ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ഓഫ് ജോ. തായ്ലൻഡിലെ അതുല്യമായ കലാസൃഷ്ടികളിലൊന്നാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. അത് കാണാനാണ് പട്ടായയിലെത്തിയിട്ട് ഞങ്ങൾ രണ്ടാമത് പോയത്. പൊതുവെ എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനും കേൾക്കാനും എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതൊരു ഹിസ്റ്ററി ക്ലാസ് ആണെന്ന് പലർക്കും തോന്നിയേക്കാം, എന്നാൽ അത് തികച്ചും യാദൃച്ഛികം മാത്രം. തായ്ലൻഡിൻ്റെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടായ നഗരത്തിൽ സമുദ്രത്തെ നോക്കി ഉയർന്നു നിൽക്കുന്ന ഒരു അത്ഭുത കെട്ടിടമുണ്ട്. അതൊരു സാധാരണ ക്ഷേത്രമല്ല, അത് മനുഷ്യൻ്റെ ആത്മീയതയും കലാപാഠവും ചേർന്ന് ഒരു മഹത്തായ സൃഷ്ടിയാണ്. ഈ കെട്ടിടത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് 1981 1981 ഒരു വലിയ സ്വപ്നവുമായി ഒരു മനുഷ്യൻ ഒരു യാത്ര ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് വഴിയെ പറയാം. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് സാങ്കേതിക വിദ്യയും ആധുനിക ജീവിതവും മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ മറന്നു പോവുകയാണ് എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ക്ഷേത്രമല്ലാത്ത ഒരു ചിന്തയുടെ സ്ഥലം സൃഷ്ടിക്കാൻ തീരുമാനിച്ചത്. മനുഷ്യൻ തനിക്കു തന്നെ ചോദിക്കാൻ കഴിയുന്ന ഒരിടം. പണ്ടത്തെ തായ് ശില്പികൾ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത രീതികളിൽ മരക്കഷ്ണങ്ങൾ തമ്മിൽ കൃത്യമായി കൂട്ടിച്ചേർത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ തൂണും ഓരോ മേൽക്കൂരയും ഓരോ ചെറിയ ഭാഗവും വരെ കൈകൊണ്ട് കൊത്തിയെടുത്തതാണ്. ഈ മഹത്തായ പദ്ധതിയുടെ പിന്നിൽ നിന്നത് ഒരു തായ് ബിസിനസ്സുകാരനായ ലേക്ക് വിരിയാഫന്ത് ആയിരുന്നു. അദ്ദേഹം ഒരു വലിയ ചോദ്യം ചോദിച്ചു: മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ക്ഷേത്രം. ഈ കെട്ടിടം പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് മരം കൊണ്ട് മാത്രമാണ്. ഒരു ചെറിയ ആണി പോലും ഉപയോഗിക്കാതെ പരമ്പരാഗതമായ ജോയിനറി ടെക്നിക്സ് ഉപയോഗിച്ചാണ് ഇത് പണിതിരിക്കുന്നത്. ഇതൊരു സാധാരണ കെട്ടിടമല്ല, ഇതൊരു 105 മീറ്റർ ഉയരമുള്ള ശില്പകലയുടെ കോട്ടയാണ്. ഈ കെട്ടിടത്തിൽ ഓരോ ഇഞ്ചിലും ശില്പങ്ങളുണ്ട്. ദേവന്മാർ, മനുഷ്യർ, മൃഗങ്ങൾ, പുരാണ കഥാപാത്രങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി. ഇതൊരു ജീവിക്കുന്ന മ്യൂസിയം പോലെ തന്നെയാണ്. ഈ ക്ഷേത്രം ഒരു മതത്തിനു മാത്രമല്ല, ഇത് ഹിന്ദുസിനും ബുദ്ധിസിനും കൂടാതെ എല്ലാ ഏഷ്യൻ തത്വചിന്തകൾ എന്നിവയുടെ സംയോജനം തന്നെയാണ്. ഓരോ ഭാഗവും മനുഷ്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ജീവിതം താൽക്കാലികമാണ്, സത്യവും ധർമ്മവും പ്രധാനമാണ്, ആത്മീയതയില്ലാതെ മനുഷ്യൻ പൂർത്തിയാവില്ല. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു കെട്ടിടത്തിൽ പൂർണ്ണമായി വരച്ചു കാണിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, ഈ ക്ഷേത്രം ഇന്നും നിർമ്മിതിയിലാണ്. 1981 തുടങ്ങിയ ഈ പദ്ധതി ഇന്ന് വരെ തുടരുകയാണ്. കാരണം മരം കാലാവസ്ഥ കാരണം നശിക്കുന്നു, അത് വീണ്ടും പുനർനിർമ്മിക്കണം. അതുകൊണ്ട് സാങ്ച്വറി ഓഫ് ട്രൂത്ത് ഒരിക്കലും പൂർണ്ണമായി തീരുന്ന കെട്ടിടമാകില്ല. അത് ഇപ്പോഴും എപ്പോഴും ജീവിക്കുന്ന ഒരു കലാസൃഷ്ടി കൂടിയാണ്. ഈ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുമ്പോൾ ഞാനൊരു കെട്ടിടത്തിനുള്ളിലല്ല, മറിച്ചൊരു പുസ്തകത്തിനുള്ളിലൂടെയാണ് നടക്കുന്നതെന്ന് തോന്നും. ഓരോ ശില്പവും ഓരോ ആശയം പറയുന്നു. ചിലത് ദേവന്മാരെക്കുറിച്ചാണ്, ചിലത് മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, ചിലത് സൃഷ്ടിയെയും നാശത്തെയും കുറിച്ച്. അങ്ങനെ ഒരുപാട് തായ്, ഇന്ത്യൻ, ചൈനീസ്, ഖമർ സംസ്കാരങ്ങളുടെ കഥകളും തത്വചിന്തകളും ഇവിടെ ഒരുമിച്ച് ചേരുന്നു. ഇതുകൊണ്ടാണ് ഇതൊരു മതക്ഷേത്രമല്ല, ലോകത്തിലെ പല ചിന്തകളും ഒത്തൊരുമിച്ച് കാണാനുള്ള ഒരു പുസ്തകമാണ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു അത്ഭുതകരമായ സവിശേഷത എന്തെന്നാൽ ഇത് ഇന്നും പൂർത്തിയായിട്ടില്ല. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ശില്പികൾ ഇപ്പോഴും ഇവിടെ ജോലി ചെയ്യുന്നു. ഓരോ ദിവസവും പുതിയ കൊത്തുപണികൾ ചേർക്കപ്പെടുന്നു, പഴയവ സംരക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇതൊരു കംപ്ലീറ്റ് കെട്ടിടമല്ല, ഇതൊരു തുടർച്ചയായ സൃഷ്ടിയാണ്. മനുഷ്യൻ്റെ അറിവും ആത്മീയതയും ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവ്. കടൽക്കാറ്റ് ഈ മരക്കെട്ടിടത്തെ തൊടുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗവും ജീവിക്കുന്നത് പോലെ തോന്നും. സൂര്യൻ്റെ വെളിച്ചം ശില്പങ്ങളിൽ പതിക്കുമ്പോൾ അവയ്ക്ക് പുതിയ അർത്ഥങ്ങൾ ലഭിക്കുന്നതായി തോന്നും. പഴയ കാലവും പുതിയ കാലവും ഒന്നിച്ചു ചേരുന്ന ഒരനുഭവം. സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന ഈ അത്ഭുതം നമ്മെ പഠിപ്പിക്കുന്നത് വളരെ ലളിതമായ ഒരു സത്യമാണ്. സാങ്കേതിക വിദ്യയും പുരോഗതിയും
എത്ര മുന്നോട്ട് പോയാലും മനുഷ്യൻ തൻ്റെ ആത്മാവിനെയും മൂല്യങ്ങളും മറക്കരുത്. ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്താനുള്ള യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇതൊരു കെട്ടിടമല്ല, ഇതൊരു ചോദ്യമാണ്, ഒരു യാത്രയാണ്, ഒരു സത്യമാണ്. നിങ്ങളൊരിക്കൽ തായ്ലൻഡിൽ പോവുകയാണെങ്കിൽ ഈ സ്ഥലം മറക്കാതെ കാണണം. കാരണം ചില സ്ഥലങ്ങൾ കാണാനുള്ളതല്ല, അനുഭവിക്കാനുള്ളതാണ്. ഇത് പട്ടായയിലെ കടൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യോദയവും സൂര്യാസ്തമയവും കാണുമ്പോൾ ഈ ക്ഷേത്രം ഒരു സ്വപ്നം പോലെ തോന്നും.